ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ ചിത്തിരയാണ്. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്കെങ്ങനെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാമെന്നുള്ളതും അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മുടെ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടത്. അതിൽ ഒരു ലൈറ്റായിട്ടുള്ള ലൈൻ പലപ്പോഴും കിട്ടാറുണ്ട്. അത് ഏതൊക്കെ സാഹചര്യത്തിലാണെന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങൾ ആദ്യമായിട്ട് നമ്മളെ ചാനലിൽ വന്നിട്ടുള്ളതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ സംശയങ്ങളും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടും എഴുതണം. അപ്പോൾ നേരെ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം. പീരീഡിൻ്റെ ഡേറ്റൊക്കെ എത്തിയിട്ട് ഒരു ആഴ്ചയും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് കൂടുതൽ കറക്റ്റായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടാനും അപ്പോഴാണ് നല്ലത്. പക്ഷേ പലപ്പോഴും ഈ ഒരു പീരീഡ് ഡേറ്റ് ആ സമയമാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ഈ കിറ്റൊക്കെ വാങ്ങിയിട്ട് ടെസ്റ്റ് ചെയ്യണമെന്ന് ഒരുപാട് ആങ്സൈറ്റി കാര്യങ്ങളൊക്കെ പല ആൾക്കാർക്കും തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിക്കൊള്ളുന്നില്ല. അണ്ടവും അതുപോലെ തന്നെ ബീജവും ഫ്യൂഷൻ നടന്ന് പതുക്കെ വന്ന് ഒരു യൂട്രസിൻ്റെ ഏതെങ്കിലും ഒരു ഭിത്തിയിൽ വന്ന് ഇംപ്ലാന്റ് ചെയ്തതിന് ശേഷമാണ് ഈ HCG കൊണ്ടുള്ള ഹോർമോൺസൊക്കെ റിലീസ് ചെയ്യണതൊക്കെ. അപ്പോഴാണ് നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സമയം. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്, നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടണത്. ടെസ്റ്റ് ചെയ്യുമ്പോൾ മറ്റെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ എടുക്കുമായിരിക്കും എപ്പോഴും നല്ലത്. അതുകൊണ്ടാണ് പറയണത്, നമ്മൾ രാവിലെ ഉറങ്ങിക്കണീറ്റതിന് ശേഷമുള്ള യൂറിൻ യൂസ് ചെയ്യണം ഇത് ടെസ്റ്റ് ചെയ്യാനെന്ന് വെച്ചാൽ. അപ്പോൾ HCGയുടെ ലെവൽ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ കുറച്ച് അധികം കാണിക്കും. അപ്പോൾ നമ്മൾ ഏർലി പ്രഗ്നൻസിക്ക് ആകുമ്പോൾ HCG ലെവൽ അധികം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുന്ന ഒരാളാണെങ്കിൽ എന്താ സംഭവിക്കുക, നമുക്ക് ചിലപ്പോൾ ഇതിൽ ഈ വാല്യൂ ഇതിൽ ചിലപ്പോൾ പോസിറ്റീവ് തന്നെ കാണിച്ചോളണമെന്നില്ല. കാരണം HCGയുടെ ലെവൽ വളരെ കുറവായതുകൊണ്ട് ചിലപ്പോൾ ഒരു ഫെയിൻ്റ് ആയിട്ടുള്ള ലൈനൊക്കെ ആയിരിക്കും കാണിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് കുറേ നേരം വെള്ളം കുടിക്കാതെ അല്ലെങ്കിൽ മൂത്രമൊഴിക്കാതെ ഇരുന്നതിന് ശേഷമുള്ള മൂത്രം എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഉറങ്ങിണീറ്റതിന് ശേഷമുള്ള യൂറിൻ എടുക്കുക എന്നുള്ളതാണ്. ഓരോ കിറ്റിനും ഓരോ നിർദ്ദേശങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏത് ബ്രാൻഡാണ് എടുക്കുന്നതെന്നനുസരിച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ പിറകിൽ എന്താണ് എഴുതിയിട്ടുള്ളതെന്നുള്ളത് ആദ്യം വായിച്ച് നോക്കാം, അതിന് ശേഷം മാത്രം ചെയ്യാം. അപ്പോൾ നമ്മൾ 1-2 ഡ്രോപ്പ് യൂറിനാണ് ഇറ്റിക്കേണ്ട ഒരു സൈഡിൽ. അപ്പുറത്ത് ഒരു കൺട്രോൾ ലൈൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ടെസ്റ്റ് ലൈനും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ആദ്യം കൺട്രോൾ ലൈനാണ് ഒരു ലൈൻ വരിക. പിന്നെ ടെസ്റ്റിൻ്റെ ലൈനും നല്ല ഡാർക്കായിട്ട് വരുമ്പോഴാണ് നമ്മൾ പോസിറ്റീവാണെന്ന് പറയണത്. 2 ലൈൻസ് വന്നു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഒന്ന് ഫെയിൻ്റായിട്ട് ഒരു ലൈറ്റ് ലൈനേ വരുന്നുള്ളൂ വെച്ചെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും അങ്ങനെ ഒരു ഫെയിൻറ്റ് ലൈൻ വരാനുള്ള സാധ്യത ഉണ്ട്. അത് നമുക്ക് ഇനിയുള്ള ഭാഗത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കൺട്രോൾ ലൈനേ വരുന്നില്ല, ആകെ ടെസ്റ്റ് ലൈൻ മാത്രം ലൈൻ വന്നു എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ചെയ്തതിൽ എന്തോ പാളിച്ച പറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. കണ്ടോ, ഈ ഫോട്ടോയിൽ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് അല്ലെങ്കിൽ പ്രഗ്നൻ്റ് എന്ന് പറയുമ്പോൾ കൺട്രോളിലും ടെസ്റ്റിലും 2 ലൈൻസും വന്നിട്ടുണ്ട്. നെഗറ്റീവ് ആണെങ്കിലാണ് കൺട്രോളിൽ മാത്രമാണ് സീല് മാത്രമാണ് ലൈൻ വന്നിട്ടുള്ളത്, ടെസ്റ്റിൽ ലൈൻ വരില്ല. അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഫെയിൻ്റ് ആയിട്ടുള്ള ലൈൻസ് എപ്പോഴാണ് വരുന്നതെന്നുള്ളത് നോക്കാം. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പീരീഡ്സിൻ്റെയൊക്കെ ആവുന്ന ഡേറ്റിനോട് തൊട്ട് മുന്നേ ഒക്കെ നോക്കുന്നത്, വളരെ ഏർലി പ്രഗ്നൻസിയിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഫെയിൻ്റ് ആയിട്ടുള്ള ഒരു ലൈൻ കാണാനുള്ള സാധ്യത അധികമാണ്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ ഡൈല്യൂട്ടായിട്ടുള്ള യൂറിനൊക്കെ ആണെങ്കിലും ഏർലി പ്രഗ്നൻസിയാണ്, അപ്പോൾ ഡൈല്യൂട്ടുള്ള യൂറിനാണ്, HCGയുടെ ലെവൽ ആ യൂറിനിൽ കുറവായിരിക്കും. അത്തരം സാഹചര്യത്തിലും എന്താ സംഭവിക്കുക, ഇങ്ങനെ ഒരു ഫെയിൻ്റ് ആയിട്ടുള്ള ലൈൻ വരാനുള്ള സാധ്യത ഉണ്ട്. മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എക്ടോപിക് പ്രഗ്നൻസി ആണെങ്കിലും ഇത്തരത്തിൽ HCG ലെവൽ വളരെ കുറവായതുകൊണ്ട് തന്നെ
എന്നാൽ HCGയുടെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ലൈൻ ഫെയിൻ്റ് ആയിട്ട് കാണാം. എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ കുഞ്ഞ് ഈ ഗർഭം പിടിച്ച് വളരുന്നത് ട്യൂബിലാണെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി, അല്ലെങ്കിൽ ഓവറി, അതായത് യൂട്രസ് അല്ലാതെ വേറെ ഏതെങ്കിലും ഭാഗത്തൊക്കെയാണ് ഈ ഗർഭം വളരുന്നത് എങ്കിൽ അതിനെയാണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ആ കണ്ടീഷൻസിലും ഫെയിൻറ്റ് ലൈന് കാണാനുള്ള സാധ്യത അധികമാണ്. അടുത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോകെമിക്കൽ പ്രഗ്നൻസി എന്ന് പറയും. അതായത് ഗർഭം ജസ്റ്റ് ഒന്ന് യൂട്രസിൽ വന്നിട്ട് ഒന്ന് ഇംപ്ലാന്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പിടിച്ചിങ്ങനെ വളരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ആ സമയത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് വെച്ചെങ്കിൽ ഫെയിൻറ്റ് ലൈൻ കാണുന്നുണ്ട്. പിന്നീട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നില്ലെങ്കിൽ എന്താ പറയുക, അത്ര നല്ല ഓവം അല്ലെങ്കിൽ അണ്ടമൊന്നും അല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യം കൊണ്ടോ ശരീരം തന്നെ അതിനെ റിജക്റ്റ് ചെയ്യുക ചെയ്യാം. അപ്പോൾ എന്താ സംഭവിക്കുക, പീരീഡ് തുടങ്ങും. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരുപാട് സ്ത്രീകൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. കാരണം അത് പ്രകൃതി തന്നെ എന്താ പറയുക, നല്ല ഒരു കുഞ്ഞ് അല്ലാത്ത സിറ്റുവേഷനിൽ പ്രകൃതി തന്നെ അത് റിജക്റ്റ് ചെയ്യുക, നമ്മുടെ ശരീരം തന്നെ അതിനെ റിജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിലൊക്കെയാണ് ഫെയിൻറ്റ് ലൈൻസ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് അല്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പീരീഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ പീരീഡ് വരുന്നില്ലല്ലോ, അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ സമയത്തൊക്കെ ആണോ അല്ലേ ലൈറ്റ് ലൈനാണല്ലോ കണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും നിങ്ങൾ ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒരു 4 ദിവസമൊക്കെ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും എന്താ സംഭവിക്കുക, നമ്മുടെ HCG ലെവൽ നല്ല ഉയർന്നു വരും. അപ്പോൾ ശരിക്കും പ്രഗ്നൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് UPT ടെസ്റ്റിൽ നല്ല ഡാർക്ക് ലൈൻസ് തന്നെ കാണിക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. ബ്ലഡിൽ HCGയുടെ ലെവൽ എത്രയാണെന്നനുസരിച്ചിട്ട് ഇത്ര ആഴ്ചയായി ഇത്ര വീക്കായി എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിനെ കുറിച്ചിട്ടും അതെങ്ങനെ ചെയ്യണം എന്നുള്ളതും, അതുപോലെ തന്നെ അതിന് ലൈറ്റ് ലൈൻ കണ്ടു കഴിഞ്ഞാൽ ഏതൊക്കെ സാഹചര്യമാവും എന്നുള്ളതൊക്കെ ഇതിനൊക്കെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഭയങ്കര ടെൻഷനൊന്നും ആവാതെ അല്ലെങ്കിൽ ഭയങ്കര ആങ്സൈറ്റി ഒന്നും ആവാതെ ഒരു പീരീഡ് ഡേറ്റ് ഒക്കെ എത്തി ഒരാഴ്ചയെ കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കറക്റ്റായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടും. പോസിറ്റീവ് ആണെങ്കിലും അതുപോലെ തന്നെ നെഗറ്റീവ് ആണെങ്കിലും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് എഴുതുക. നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, അതുപോലെ നമസ്കാരം.